ലഹരിയുടെ സപ്ലൈ ചെയിൻ തകർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എവിടെ നിന്ന് ഇത്രയും അളവിൽ ലഹരി എത്തുന്നു എന്ന് കണ്ടെത്തണം. ബോധവൽക്കരണം കൊണ്ട് മാത്രം ലഹരിയെ തടയാൻ കഴിയില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു. സപ്ലൈ ചെയിൻ പൊളിക്കണം. എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി വരുന്നത്? അത് കണ്ടെത്തണം. ഞങ്ങൾ പറഞ്ഞല്ലോ, 2 IG മാരെ ഏൽപ്പിക്കണം. ദക്ഷിണ മേഖലയും ഉത്തരമേഖലയും 10-30 കേസെടുത്തു കഴിഞ്ഞാൽ ഈ സപ്ലൈ ചെയിൻ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് സപ്ലൈ ചെയിൻ എന്ന് മനസ്സിലായി അത് ബ്രേക്ക് ചെയ്യാതെ കേരളം രക്ഷപ്പെടില്ല. കേരളത്തെ തകർക്കും. ഇതൊക്കെ വാചകടിയാണ്. പിന്നെ എക്സൈസിൻ്റെയും പോലീസിൻ്റെ പണിയാണ് ബോധവൽക്കരണത്തിന് എന്തോരം സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. യുവജന സംഘടന അവരൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് ഇവരാണ് ബാനറും കെട്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ആകെ ഫോഴ്സിൽ തന്നെ ആൾ കുറവാണ്. അവരെ കൊണ്ട് ആളെ പിടിക്കാൻ പറ, ശരിക്കുള്ള ആളെ പിടിക്കാൻ പറ. മുഖ്യമന്ത്രി നടത്തിയ മീറ്റിങ്ങിലും ബോധവൽക്കരണം സെക്കൻഡാണ്.